ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. നമുക്കറിയാം മാരുതി സുസുക്കി ഈ അടുത്തവരുടെ ഫ്രോങ്സ് എന്ന് പറയുന്ന പുതിയൊരു കോമ്പാക്ട് എസ് യു വി കാണിച്ചായിരുന്നു, അല്ലെങ്കിൽ ഒരു ബലേനോ ബേസ്ഡ് എസ് യു വി കാണിച്ചായിരുന്നു. ഇത് ബലേനോ ബേസ്ഡ് ആണ് എന്ന് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ എന്നാൽ ഈ വണ്ടിയും ബലേനോ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന് എന്നോട് കുറേ പേര് വീഡിയോ ചെയ്യാനൊക്കെ പറഞ്ഞ് ചോദിച്ചിരുന്നു. നമ്മളെന്തായാലും അത് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഈ വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈൽ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. അതായത് രണ്ടിൻ്റെ ഒരു കമ്പാരിസൺ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ രണ്ടും സൈഡ് ബൈ സൈഡ് കാണാം. ഒബ്വിയസ്ലി ലെഫ്റ്റ് സൈഡ് നിൽക്കുന്ന ബലേനോ ആണ്, ആൻഡ് റൈറ്റ് സൈഡ് നിൽക്കുന്ന ഫ്രോങ്സ് ആണ്. ഇതിപ്പോൾ ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡിഫറൻസിയേഷൻ തോന്നുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. കാരണം നമുക്ക് ഇപ്പം ബലേനോ എന്ന് പറയുന്നത് കുറച്ചൊരു ഹാഷ് ബാക്ക് പോലത്തെ ഡിസൈൻ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതെന്ന് പറയുമ്പം കുറച്ചും കൂടെ ഒരു ഗ്രാൻഡ് വിറ്റാര വൈബ്സ് ആണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ അവർ കൊടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. പിന്നെ ബലേനോയിൽ വരുന്ന അത്രയും ക്രോമും ഈ വാഹനത്തിൽ വരുന്നില്ല. ഗ്രില്ലൊക്കെ നോർമൽ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ബലേനോയിൽ പക്ഷേ നമുക്ക് താഴെ മുതൽ ആ ഹെഡ്ലൈറ്റ്സ് എത്തുന്ന വരെ അതിൻ്റെ അകത്ത് വലിയൊരു ക്രോം സ്റ്റെപ്പ് തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് ഹെഡ്ലൈറ്റ്സ് കണക്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് ഇതിൻ്റെ DRLs കണക്ട് ചെയ്യുന്ന രീതിയിൽ ക്രോം സ്റ്റെപ്പ് വരുന്നുണ്ടെങ്കിലും അത്രയും നീളം ഇതിൻ്റെ അകത്ത് വരുന്നില്ല. മാത്രമല്ല ഫ്രണ്ട് ഡിസൈൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് എവിടെയോ ബലേനോയേക്കാളൊക്കെ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഈ വണ്ടിയുടെ ഡിസൈനാണ്. കുറച്ചും കൂടി അപ്രൈറ്റ് ആണ്. മാത്രമല്ല അവർ CV പ്രൊപ്പോർഷൻസ് എവിടെയൊക്കെ കൊടുക്കാൻ ഇവർ നോക്കിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. മാത്രമല്ല ഇതിൻ്റെ അകത്ത് എല്ലാത്തിലും രണ്ടിലും LED DRLs ഒക്കെ 3 ഇൻഡിവിജ്വൽ ആയിട്ടുള്ള LED ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് രണ്ടിലും പ്രൊജക്ട് LED ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ബലേനോയിൽ നമുക്ക് ഫോഗ് ലാംപ്സ് അവൈലബിൾ ആണ് LEDയിൽ. പക്ഷേ ഫ്രോങ്സിനകത്ത് മാരുതി സുസുക്കി ഫോഗ് ലാംപ്സ് കൊടുത്തിട്ടില്ല. അത് അവർ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഗ്രാൻഡ് വിറ്റാര എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഫോഗ് ലാംപ്സ് അവൈലബിൾ അല്ലായിരുന്നു. അതുപോലൊക്കെ തന്നെയാണ് ഈ വണ്ടിയുടെ കേസിലും കൊടുത്തിരിക്കുന്നത്. ഗ്രാൻഡ് വിറ്റാരയുടെ ഡിസൈൻ ആക്കിയതിൻ്റെ കൂടെ ഒരു ഫോഗ് ലാംപ്സ് കൂടെ എന്തായാലും എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതുമാത്രമാണ് നമുക്കിപ്പോൾ ഫ്രണ്ട് പ്രൊഫൈലൊക്കെ പറയാൻ പറ്റുന്ന വ്യത്യാസം. അതായത് ഓവറോൾ പറയാൻ പറ്റുന്ന ഇതിൻ്റെ അകത്തുള്ള കുറേ വ്യത്യാസങ്ങൾ. ഇതിനകത്ത് നിങ്ങൾക്ക് ഏതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലാണ് ഇഷ്ടപ്പെട്ടത് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. സൈഡ് പ്രൊഫൈലാണ് ആക്ച്വലി എനിക്ക് ഈ രണ്ട് വണ്ടികളിൽ കുറച്ച് ഭയങ്കര സിമിലാരിറ്റി തോന്നിയിട്ടുള്ള ഒരു സംഭവം. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഫ്രോങ്സിൻ്റെ സൈഡ് പ്രൊഫൈൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്നാണ് തോന്നിയിരിക്കുന്നത്. കാരണം ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം സെയിം ബലേനോ തന്നെയാണല്ലോ ഇത്, വേറെ വ്യത്യാസമൊന്നും ഇല്ലല്ലോ എന്ന്. കുറച്ച് ബോഡി കട്ട്സ് ആൻഡ് ക്രീസസിലൊക്കെ അവർ വ്യത്യാസം കൊടുത്തിട്ടുണ്ട് ആ ബോഡി ലൈനിലൊക്കെ. പക്ഷേ അതല്ലാതെ ബേസിക് പ്രൊപ്പോർഷൻസ് നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡോറിൻ്റെ ഡിസൈൻ സെയിം ആണ്. ബാക്കിൽ വരുന്ന ഒരു മൊത്തത്തിലുള്ള ഡിസൈൻ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഫ്രണ്ടിലേക്ക് വരുമ്പോഴുള്ള ഡിസൈൻ സിമിലർ ആണ്. ഇതിനകത്താകെ വ്യത്യാസമുള്ളത് ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. എത്രയാണെന്ന് കമ്പനി ഇതുവരെ പറഞ്ഞിട്ടില്ല. അവരുടെ ബ്രോഷറിലൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സൈഡ് ബോഡി ക്ലാഡിംഗ് ഒക്കെ ആഡ് ചെയ്ത് അവർ സ്ക്വയർഡ് വീൽ ആർച്ചസ് ഒക്കെ കൊടുത്ത് ഇതിൻ്റെ അകത്ത് ആ ഒരു പ്ലാസ്റ്റിക് സംഭവമൊക്കെ കൊടുത്തിട്ട് കുറച്ചുകൂടി SUV ലൈക്ക് പ്രൊപ്പോർഷൻസ് ഒക്കെ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ റൂഫ് റെയിൽസ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ വണ്ടിക്കകത്ത് സൈഡ് പ്രൊഫൈലിൽ ഈ വണ്ടിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിർത്തുന്ന കാര്യങ്ങൾ ബലേനോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഇതിൻ്റെ അകത്ത് ഫ്രോങ്സിൽ നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിന അവൈലബിൾ ആണ്. ബലേനോയിൽ നോർമൽ ആൻറ്റിനയാണ് വരുന്നത്. പിന്നെ അലോയ് വീൽസിൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. ബലേനോയിൽ രണ്ടിലും 16 ഇഞ്ച് അലോയ് വീൽസ് തന്നെയാണ് വരുന്നത്. ടയർ ക്രോസ് സെക്ഷൻ പ്രൊഫൈൽ എല്ലാം സെയിം ആണ്. പക്ഷേ എന്നാൽ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. എനിക്ക് പേഴ്സണലി ബലേനോയുടെ അലോയ് ഡിസൈനാണ് ഈ ഫ്രോങ്സിൻ്റെതിനേക്കാൾ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ഫ്രോങ്സിൻ്റെ കുറച്ചൊരു ചൈൽഡിഷ് പോലത്തെ ഒരു ഡിസൈൻ പോലെ എനിക്ക് തോന്നി. അതായത് എവിടേക്കോ ഇച്ചിരി ഓവർഡൺ ആയിട്ടുള്ളൊരു പൂ പോലത്തെ ഒരു ഡിസൈൻ. അത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടായിരിക്കും, എനിക്കറിയില്ല. കാരണം ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ളൊരു ഒപ്പീനിയൻ ആണല്ലോ ഉള്ളത്. എന്തായാലും സൈഡ് പ്രൊഫൈലിൻ്റെ കാര്യത്തിൽ ഇവർ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിരുന്നു. ഇത് കറക്റ്റ് ബലേനോ എടുത്ത് പൊക്കി വെച്ച പോലെ ഉണ്ട്. ഒരു ബലേനോ ക്രോസ് ഓവർ നമുക്ക് എങ്ങനെ വിളിക്കാവോ അത് തന്നെയാണ് അവരിവിടെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും അത് പോട്ടെ, നമുക്കിനിപ്പോൾ ഈ വാഹനങ്ങളുടെ റിയർ ഡിസൈനിലേക്ക് വരാം. റിയർ ഡിസൈനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഫ്രോങ്സിൻ്റെ. കാരണം ഇതിൻ്റെ അകത്ത് ആ ഒരു ഗ്രാൻഡ് വിറ്റാരെ വൈബ്സ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഗ്രാൻഡ് വിറ്റാരേക്കാൾ കുറച്ചുകൊണ്ട് നന്നായിട്ടാണ് എനിക്ക് പേഴ്സണലി ഈ വാഹനത്തിൻ്റെ റിയർ ഡിസൈൻ തോന്നിയത്. ബലേനോയേക്കാൾ ഒബ്വിയസ്ലി ഇതിൻ്റെ റിയർ ഡിസൈൻ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ പ്രൊപ്പോർഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഗൈൻ സിമിലാരിറ്റി ഇവിടെ തോന്നിയേക്കാം. പക്ഷേ എന്നാൽ ആ ഡിസൈൻ ആസ്പെക്റ്റ് മാത്രം നോക്കുകയാണെങ്കിൽ ബലേനോയിൽ നമുക്ക് കുറച്ച് വലിയ ടെയിൽ ലാംപ്സ് ആണ് വരുന്നത്. ഇതിനകത്ത് വളരെ സ്ലീക്ക് ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് ആണ് വരുന്നത്. ഫ്രണ്ടിൽ വരുന്ന ആ DRLs പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള LED ലൈറ്റ്സ് ആണ് ബാക്കിലും കൊടുത്തിരിക്കുന്നത്. ടെയിൽ ലാംപ്സ് കണക്ട് ചെയ്യുന്ന ഒരു LED ലൈറ്റ് സ്റ്റെപ്പ് ഇതിൻ്റെ ബാക്കിൽ വരുന്നുണ്ട്. പക്ഷേ ബലേനോയിൽ അത് അവൈലബിൾ അല്ല. അതുപോലെ വലിയ സ്കിഡ് പ്ലേറ്റ്സ് ആണ് ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന റിഫ്ലക്റ്റേഴ്സ് ആണ് ഇതിൻ്റെ ബാക്കിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ബലേനോയിൽ ഇതിൻ്റെ എല്ലാത്തിനും നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് വേറെ ബാക്കിൽ സിൽവർ സ്കിഡ് പ്ലേറ്റ്സ് ഒന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു SUV ലൈക്ക് ഡിസൈൻ ഈ വാഹനത്തിന് ബാക്കിലുണ്ട് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു ഡിസൈൻ കൂടിയാണ് ഫ്രോങ്സിൻ്റെ റിയർ ഉണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ സെയിം ആണ്. അതായത് എല്ലാം LED ടെയിൽ ലാമ്പാണ്. പിന്നെ നമുക്ക് ക്രോം എലമെൻറ്റ്സ്, വേറൊരു കാര്യമുള്ളത് ക്രോം എലമെൻറ്റ്സ്. ഇതിനകത്ത് ബലേനോയിൽ നമുക്ക് ഇതിൻ്റെ ടെയിൽ ലാംപ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ ക്രോം എലമെൻറ്റ് അവൈലബിൾ ആണ്. അതുപോലെ ഇതിൻ്റെ ടെയിൽ ഗേറ്റിൽ വേറെ ക്രോം ഗാർണിഷൊക്കെ കമ്പനി അതല്ലാതെ കൊടുക്കുന്നുണ്ട്. ഈ വണ്ടിക്കകത്ത് പക്ഷേ അങ്ങനെയൊന്നും വരുന്നില്ല. ഫ്രോങ്സിൽ ഇവരാകെ കമ്പനിയുടെ ലോഗോ മാത്രമാണ് ബാക്കിൽ ക്രോം ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം നോർമൽ നമുക്ക് എന്താണ് ബോഡി കളറിൽ വരുന്നത് അങ്ങനെ തന്നെയാണ് വരുന്നത്. അത് കൈൻഡ് ഓഫ് രസമുണ്ട്. എനിക്ക് പേഴ്സണലി അങ്ങനത്തെ സാധനങ്ങൾ കുറച്ചും കൂടി ഇഷ്ടമാണ്. അതുപോലെ തന്നെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈപ്പർ, വാഷർ, ഡിഫോക്കർ എല്ലാ സംഭവങ്ങളും അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് രണ്ട് വാഹനങ്ങളും 360 ഡിഗ്രി ക്യാമറ അവൈലബിൾ ആണ്. ബാക്കിലും അതുകൊണ്ട് തന്നെ ക്യാമറ വരുന്നുണ്ട്. അത്
അതൊക്കെ എല്ലാത്തിനും സെയിം ആണ്. പിന്നെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് അടുത്ത ഒരു മെയിൻ ഡിസപ്പോയിൻമെൻറ്റ് വരുന്ന സൈഡ് പ്രൊഫൈൽ പോലെ തന്നെ. ഇതിൻ്റെ അകത്ത് മുകളിൽ വരുന്ന ബലേനോയുടെ ഇൻറ്റീരിയറും താഴെ വരുന്ന നമ്മുടെ ഫ്രോങ്സിൻ്റെ ഇൻറ്റീരിയറുമാണ്. കളർ തീമിൽ ഒരു വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രോങ്സിലേക്ക് വരുമ്പോഴേക്കും ബ്ലാക്ക് ആൻഡ് ബ്രൗണിൻ്റെ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. ബലേനോയിലേക്ക് വരുമ്പോഴേക്കും നമുക്കൊരു ബ്ലാക്ക് ആൻഡ് ഡാർക്ക് ബ്ലൂ പോലത്തെ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. പക്ഷേ അതല്ലാതെ എടുക്കുകയാണെങ്കിൽ ഡിസൈൻ വൈസ് എക്സാക്ട്ലി സെയിം ആണ്. ഇതിൻ്റെ ആ സൈഡിലുള്ള AC വെൻസിൻ്റെ ഇടയിൽ വരുന്ന ഒരു ട്രിം പീസ് അതവർ ഗ്രാൻഡ് വിറ്റാരയും ഹൈറൈഡറിലൊക്കെ വരുന്ന പോലെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇതിൻ്റെ അകത്ത് വേറെ ഒരു വ്യത്യാസം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നതായിരിക്കില്ല. അതിപ്പോൾ ഇതിൻ്റെ AC വെൻസിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടോപ്പ് പോർഷനിൽ വരുന്ന ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, താഴത്തെ പോർഷനിൽ വരുന്ന ഡിസൈൻ ആയിക്കോട്ടെ, എല്ലാം എക്സാക്ട്ലി സെയിം ആണ്. അവർ ഒറ്റ ട്രിം പീസ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത് ഏകദേശം ബലേനോ പോലെയാവും. ആ ബലേനോയിൽ വരുന്ന സിൽവർ എലമെൻറ്റും കൂടി എടുത്തങ്ങോട്ട് വെച്ചാൽ മതി. അപ്പോൾ കൃത്യം ബലേനോ ആയി എന്ന് തന്നെ പറയാം. പിന്നെ കളർ തീമിൻ്റെ ഒരു വ്യത്യാസമാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ വെച്ചും വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്. എഗെയിൻ ഞാൻ വീണ്ടും പറയുന്നു, ഇതിൻ്റെ അകത്ത് പലർക്കും പല എതിരഭിപ്രായങ്ങളും ഉണ്ടാവുമായിരിക്കും. ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻസിൽ പറയാം. എനിക്ക് തോന്നിയത് കുറച്ചും കൂടി ഡിഫറൻഷ്യേറ്റിംഗ് ഫാക്ടേഴ്സ് അവർക്ക് കൊടുക്കാമായിരുന്നു. ഒന്നെങ്കിൽ വല്ല സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ വെച്ച് കൊടുക്കാമായിരുന്നു, അതല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ, കുറച്ചും കൂടി മെയിൻ ആയിട്ടുള്ള ഡിഫറൻഷ്യേറ്റിംഗ് ഫാക്ടേഴ്സ് അകത്തെ ഡിസൈനിൽ അവർക്ക് വരുത്തായിരുന്നു. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ എക്സാക്ട്ലി സെയിം ആണ്. നമുക്ക് ഫ്രോങ്സിൽ വയർലെസ് ഫോൺ ചാർജിങ് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഒരു അഡീഷണൽ സംഭവം വരുന്നത്. ബാക്കിയൊക്കെ എടുക്കുകയാണെങ്കിൽ പിന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ അതിൻ്റെ അകത്ത് ബലേനോയിലാണെങ്കിൽ താഴത്തെ പോർഷനിൽ നമുക്കൊരു സിൽവർ എലമെൻറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ബാക്കി സാധനങ്ങൾ ഇപ്പോൾ സ്റ്റിയറിംഗ് മോണർ, ഓഡിയോ കൺട്രോൾസ് ആയിക്കോട്ടെ, ക്രൂസ് കൺട്രോൾ ആയിക്കോട്ടെ, 9 ഇഞ്ചസിൻ്റെ സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് ആയിക്കോട്ടെ, HUD ആയിക്കോട്ടെ, 360° ക്യാമറ ആയിക്കോട്ടെ, എല്ലാ സാധനങ്ങളും സെയിം ആണ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഡിസൈനും സെയിം ആണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ സെയിം ആയിട്ടുള്ള രണ്ട് വാഹനങ്ങളാണ് ഫീച്ചേഴ്സ് വൈസും അതുപോലെ ഇൻറ്റീരിയർ ഡിസൈൻ വെച്ച് നോക്കുകയാണെങ്കിലും ബലേനോവും അതുപോലെ ഫ്രോങ്സും. അതുകൊണ്ടാണ് എനിക്കിതിൻ്റെ ഡിസൈൻ അത്ര ഇഷ്ടമല്ലാന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ വയർലെസ് ചാർജർ ഇതിൻ്റെ അകത്ത് ഒബ്വിയസ്ലി അഡീഷണൽ ആയിട്ട് അവൈലബിൾ ആണ്. ഇവർക്ക് വേണമെങ്കിൽ ബ്രസേലൊക്കെ സൺറൂഫ് കൊടുത്ത സ്ഥിതിക്ക് ഇതിൻ്റെ അകത്ത് സൺറൂഫ് കൊടുക്കായിരുന്നു. അതുകൂടെ കൊടുക്കുകയായിരുന്നെങ്കിൽ നല്ലൊരു വെൽക്കം അഡീഷൻ ആയേനെ. കാരണം എന്തെങ്കിലുമൊക്കെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ അപ്ഗ്രേഡ് ഒരു ഫ്രോങ്സിൽ കൊടുക്കുന്നുണ്ട് എന്ന് പറയാമല്ലോ. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇനി നിങ്ങൾ ബലേനോ വിട്ട് എന്തുകൊണ്ട് ഫ്രോങ്സ് എടുക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ കാര്യം പ്രൈസ് വരണം. അതല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല. ഭയങ്കര 1.5 ലക്ഷം രൂപ 1 ലക്ഷം രൂപ അതിലൊക്കെ കൂടുതൽ വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായും ബലേനോ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പക്ഷേ അത് ബേസ് മോഡൽസിൻ്റെ കാര്യത്തിൽ ഓക്കെ. ടോപ്പ് മോഡൽസിലേക്ക് വരുമ്പോൾ എന്തായാലും നല്ല വ്യത്യാസം വരും. കാരണം ഫ്രോങ്സിൽ വരുന്ന 1 ലിറ്റർ ടർബോ പെട്രോളാണ്. അതിൻ്റെ കൂടെ തന്നെ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ബലേനോയിൽ 1.2 ലിറ്റർ NA പെട്രോളാണ് വരുന്നത്. 5 സ്പീഡ് AMT ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അതുകൊണ്ട് ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയായാലും ഒരു 2-3 ലക്ഷം രൂപ അടുത്ത് വരെയൊക്കെ ഡിഫറൻസ് എക്സ്പെക്ട് ചെയ്ത് പോക്കോ. പക്ഷേ അതല്ലാതെ ബേസിക് വേരിയൻസിലേക്ക് വരുമ്പോൾ 50,000 to 70,000 വരെയൊക്കെയാണ് മാക്സിമം ഡിഫറൻസ് വരാൻ പാടുള്ളത്. അതിലും കൂടുതൽ വരികയാണെങ്കിൽ നിങ്ങൾ ബലേനോ എടുക്കുന്നതാണ് നല്ലത്. പക്ഷേ ഡിഫറൻസ് അത്രയൊക്കെ, അതായത് ഞാൻ പറഞ്ഞ ആ റേഞ്ചിലാണ് നിൽക്കുന്നതെങ്കിൽ ഫ്രോങ്സ് കൺസിഡർ ചെയ്യാൻ കുഴപ്പമില്ല. കാരണം കുറച്ചും കൂടെ ഒരു അപ്രൈറ്റ് ആയിട്ടുള്ള വാഹനമാണ്. ഡിസൈൻ വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ബലേനോയേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആണ് എന്ന് പറയാം. പക്ഷേ അതല്ലാതെ ടോപ്പ് എൻ വേരിയൻസിലേക്ക് വരുമ്പം ഫ്രോങ്സിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് വരുന്നതിൻ്റെ പവർ ട്രെയിൻ ഓപ്ഷൻസിലാണ്. ഇതിൻ്റെ 1.2 ലിറ്റർ എഞ്ചിൻ രണ്ടിലും കോമൺ ആണ്. 90 PS 113 Nm ടോർക്ക്, 5 സ്പീഡ് AMT 5 സ്പീഡ് MT. പക്ഷേ അന്ന സമയം നമ്മൾ ഇതിൻ്റെ അകത്ത് ഫ്രോങ്സിലേക്ക് വരുമ്പം ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ഒരു 1 ലിറ്റർ ടർബോ പെട്രോൾ കൂടി അവൈലബിൾ ആണ്. 100 PS പവറും 148 Nm ടോർക്കുമാണ് ഇത് ടോട്ടൽ പവർ ജനറേറ്റ് ചെയ്യുന്നത്. പണ്ട് ബലേനോ RS വന്ന സെയിം എഞ്ചിനാണ്. ഏകദേശം അത്രയൊക്കെ തന്നെയാണ് പവറും ഇതിപ്പോൾ ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ ഈ വണ്ടിയുടെ ഒരു പവർ ടു വെയിറ്റ് റേഷ്യോ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് അത്യാവശ്യം നല്ലതായതുകൊണ്ട് ഓടിക്കാൻ രസമുള്ളൊരു വണ്ടിയായിരിക്കും ഇത് എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല. കാരണം ടർബോ ആണ്. മാരുതി വാഹനങ്ങളിൽ കുറേ കാലത്തിന് ശേഷം, അതായത് ബലേനോ RS കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ടർബോ വരുന്നതെന്ന് പറയാം. ഇപ്പോൾ ഇതല്ലാതെ വേറൊരു വാഹനം നോക്കുകയാണെങ്കിലും അവർ ടർബോ ഒന്നും കൊടുക്കുന്നില്ല. ആകെ നമുക്ക് ഈ ഒരൊറ്റ വാഹനത്തിൽ മാത്രമേ ടർബോ വരുന്നുള്ളൂ. പിന്നെ മൈലേജിൻ്റെ കാര്യം, ഇത് ടർബോ ആയതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ റേസ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ ചിലപ്പം ഡ്രോപ്പ് ഔട്ട് വന്നേക്കാം മൈലേജിൽ. പക്ഷേ അതല്ലാതെ 1 ലിറ്റർ എഞ്ചിനാണ്. ശാന്തമായിട്ടൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഇതിനും ഒരു ടിപ്പിക്കൽ മാരുതി ഫാഷനിൽ മൈലേജ് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് സെലേറിയോയിൽ വരുന്ന സെയിം K10C ഡ്യുവൽ ജെറ്റ് എഞ്ചിനാണ്. അതിൻ്റെ തന്നെ ടർബോ ചാർജ്ഡ് വേർഷനാണ് എന്ന് മാത്രം. പിന്നെ ഡയമെൻഷൻസിൻ്റെ കാര്യത്തിൽ രണ്ട് വാഹനങ്ങളും ഓൾമോസ്റ്റ് സിമിലർ ആണ്. 5 മില്ലിമീറ്റേഴ്സിൻ്റെ ലെങ്ത്ത്, 20 മില്ലിമീറ്റേഴ്സിൻ്റെ വിഡ്ത്ത്, അതുപോലെ 50 മില്ലിമീറ്റേഴ്സിൻ്റെ ഹൈറ്റ് തുടങ്ങിയ 3 കാര്യങ്ങളിലാണ് ഡയമെൻഷൻസിൽ വ്യത്യാസം വന്നിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ റിയൽ ലൈഫിൽ പോകുകയാണെങ്കിൽ നിങ്ങൾ അറിയാൻ പോലും പോകുന്നില്ല. അതുകൊണ്ട് ഇതങ്ങനെ ഭയങ്കര വലിയ ഡിഫറൻഷ്യേറ്റിംഗ് ഫാക്ടേഴ്സ് ഒന്നും അല്ല. പിന്നെ രണ്ട് വണ്ടികളും സബ്ഫോമിട്ട കാറ്റഗറിയിലാണ് വരുന്നത്. രണ്ടും ഹാർടെക് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരുന്നത്. സെയിം പ്ലാറ്റ്ഫോമാണ്. അതിലൊന്നും വേറെ വ്യത്യാസമൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ല. എന്തായാലും ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണോടെ പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.